السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. ബഹുമാന്യരെ, ഹദീസിൻ്റെ വിഷയത്തിൽ സലഫുകളുടെ നിലപാട് അത് ഖുർആനും ഹദീസിൻ്റെയും നിലപാട് തന്നെയാണ്. ഒരുപാട് ആയത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമെന്നും പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിക്കണമെന്നും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. 16-ലധികം ആയത്തുകളിൽ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അതിൻ്റെ ആകത്തുകയായിട്ട് ഒരായത്തിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് തന്നത് നിങ്ങൾ സ്വീകരിക്കണം. റസൂലുള്ള വിരോധിച്ചത് നിങ്ങൾ ഒഴിവാക്കുകയും വേണം എന്നാണ്. അത് ഈമാനിൻ്റെ ഒരു ഭാഗമായി എണ്ണിയിട്ടുണ്ട്. ഇവിടെ ഉദ്ഘാടനത്തിൽ നിങ്ങൾ കേട്ട ആയത്ത് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, റബ്ബ് തന്നെയാണ് സത്യം, അവർ വിശ്വാസികളാവുകയില്ല. അപ്പൊ ഈമാൻ ഉണ്ടാകൂല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ തർക്കമുണ്ടാകുന്ന വിഷയത്തിൽ താങ്കളെ വിധി കർത്താവാക്കുന്നത് വരെ. അങ്ങനെ പ്രവാചകന്റെ വചനത്തിലോ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ ഹദീസിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ സുമ്മ ലാ യജിദു ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, അവരുടെ മനസ്സിൽ താങ്കളുടെ ആ വിധിയിൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. വയുസല്ലിമു തസ്ലീമ, അതിനെ അവർ ഒരു അംഗീകരിക്കും എന്നാണ്. അങ്ങനെ ഒരുപാട് ആയത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റണം എന്ന് കാണാൻ സാധിക്കും. ഹദീസുകളിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണല്ലോ സലഫികളുടെ മാർഗം, മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ. ഹദീസുകളിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാമൻ അബ, വിസമ്മതിച്ചവർ ഒഴികെ. ആരാണ് അബ റസൂലേ? മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, എന്നെ അനുസരിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകും, എന്നെ ധിക്കരിച്ചാൽ അവനാണ് അബ, വിസമ്മതിച്ചവൻ എന്ന്. ഇത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരുപാധികം അനുസരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ 33 സ്ഥലത്ത് അള്ളാഹുവിൻ്റെ കൂടെ അത്തിഉല്ലാഹ് വ അത്തിഉർ റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം, വ ഉലിൽ അംരി മിൻകും, ഉലുൽ അംറിനെയും അനുസരിക്കണം. പക്ഷേ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കൊരു വിഷയത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങളത് മടക്കേണ്ടത് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്, ഉലുൽ അംറിലേക്കല്ല. പ്രശ്നം വന്നാൽ മടക്കാൻ പറഞ്ഞത് അള്ളാഹുവിലേക്കും റസൂലിലേക്കാണ്. ഉലുൽ അംറിനെ അനുസരിക്കണം. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ ഇന്ന പണ്ഡിതന്റെ കൂടെയാണ്, ഇന്ന നേതാവിൻ്റെ കൂടെയാണ്,
ഇന്ന കാരണവരുടെ കൂടെയാണ് പറയാൻ പാടില്ല. അവിടെ ഒപ്പം നിൽക്കേണ്ടത് ഖുർആനിന്റെയും ഹദീസിന്റെയുമാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വൗലിൽ അംരി മിൻകും എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ പിന്നെ ഇലല്ലാഹി വറസൂൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അല്ലാഹു പറയും ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല, അതാണ് നിങ്ങൾക്ക് ഉത്തമം, അതാണ് നല്ലൊരു എക്സ്പ്ലാനേഷൻ, ഒരു വ്യാഖ്യാനം എന്നും അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം ഇനി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം, അതുപോലെ ഖുലഫാഉർ റാഷിദിന്റെ ചര്യ മുറുകെ പിടിക്കണം. വഉല്ലു അലൈഹാ ബിന്നവാജിദി, അണപ്പല്ല് കൊണ്ട് മുറുക്കി പിടിക്കണം എന്നാണ്. അപ്പൊ ഗൗരവമായിട്ട് തന്നെ പ്രവാചകന്റെ ചര്യ മുറുക്കി പിടിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കൊണ്ടും പ്രവർത്തിക്കും, അതാണല്ലോ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരം, അതുകൊണ്ട് അമൽ ചെയ്യണമെന്ന് മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഉം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചില സംശയം ഉണ്ടാവും, ഖുർആൻ മാത്രം പോരെ, ഖുർആൻ മാത്രം പോരെ, ഖുർആനിന്റെ തണലിലല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്? അങ്ങനെയല്ല. കാരണം അല്ലാഹു തആല ഒരു വേദഗ്രന്ഥവും, ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു തആല ഒരു വേദഗ്രന്ഥവും ഒറ്റക്ക് ഇറക്കി കൊടുത്തതല്ല. ഒരു പ്രവാചകനില്ലാതെ ഒരു വേദഗ്രന്ഥവും അള്ളാഹു ഇറക്കി കൊടുത്തിട്ടില്ല. തൗറാത്തില്ല, ഇഞ്ചീലില്ല, സബൂറില്ല, ഖുർആനുമില്ല. കാരണം അങ്ങനെ ഒറ്റക്ക് ഇറക്കി കൊടുത്താൽ ഒരാളെ കൊണ്ട് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല, അത് ഖുർആൻ കൊണ്ടും കഴിയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പ്രവാചകന്റെ വിശേഷണം യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആൻ പഠിപ്പിക്കുക മാത്രമല്ല പ്രവാചകന്റെ പണി, അൽ ഹിക്മ, അതിന്റെ വ്യാഖ്യാനങ്ങൾ പഠിപ്പിക്കണം. പ്രവാചകൻ പല സ്ഥലത്തും അങ്ങനെ വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ എന്ന് പറഞ്ഞുകൊടുത്ത് അവിടുത്തെ ളുൽമ എന്താണ് എന്ന് പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു. അവിടെ ളുൽമ എന്ന് പറഞ്ഞാൽ ഇന്ന ശിർക ലളുൽമുൻ അലീം, ഷിർക്കാണ് അവിടെ ഉദ്ദേശിച്ചത്. അതാണ് ഹിക്മത്ത്, അതല്ല വേറെ അക്രമങ്ങളൊന്നുമല്ല. ളുൽമ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അക്രമം എന്നാണ് അതിന്റെ അർത്ഥം നമുക്ക് കിട്ടുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് മാത്രം ഒരു ഹിക്മത്തില്ലാതെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ എന്ന് പറഞ്ഞാൽ മുനാഫിഖ്, റഈസുൽ മുനാഫിഖിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മകൻ വന്ന് ക്ഷണിച്ചപ്പോൾ റസൂലുള്ളാഹി അതിന് തയ്യാറായി നിസ്കരിക്കാൻ നിൽക്കുക. അപ്പൊ 70 പ്രാവശ്യം പൊറുക്കലിനെ തേടിയാറും പൊറുക്കലിനെ തേടൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 71 72 പ്രാവശ്യം പൊറുക്കലിനെ തേടും, എന്നിട്ടും അങ്ങനെ അതിനു വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന് വഹി ഇറങ്ങുന്നത്, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. അവര് മുനാഫിഖുകൾ വഹിയിലൂടെ അറിയപ്പെട്ടതാണ്. അവരിൽ മരിച്ചുപോയ ഒരാളുടെയും മയ്യത്ത് നിങ്ങൾ നിസ്കരിക്കരുതെന്നാ. തുസല്ലി, നീ നിസ്കരിക്കരുത് എന്നാണ് അറബിയില്. സൊല്ലി, നിസ്കരിക്കരുത്. സ്വലാത്ത് ചൊല്ലിന് എന്താ അറബി പറയാ? സൊല്ലി എന്ന് പറയാ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അവിടെ നിങ്ങൾ സല്ലു, അപ്പൊ അവിടെ നിസ്കരിക്കുന്നല്ല, അവിടെ സ്വലാത്ത് ചെയ്യുക എന്നതാണ്, ഇവിടെ നിസ്കരിക്കുക എന്നതാണ്. ഇത് നമുക്ക് പഠിപ്പിച്ചു തരണമെങ്കിൽ ഒരു ഹിക്മത്തില്ലാതെ എങ്ങനെ നടക്കും? അതുകൊണ്ടാണ് ഖുർആനിൽ 2-3 സ്ഥലത്ത് പറഞ്ഞത്, 2 സ്ഥലത്ത് പ്രത്യേകമായി പറഞ്ഞത് യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. യുഅല്ലിമുഹുൽ കിതാബ വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത. ഖുർആനിൽ ഖുർആൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞെടുത്ത് തന്നെ ഹിക്മത്ത് പഠിപ്പിക്കും എന്നാണ്. അപ്പൊ 2 സ്വലാത്തും കേൾവിക്കും അർത്ഥം വെക്കുമ്പോഴൊക്കെ ഒന്നാണെങ്കിലും ഒന്നവിടെ നിസ്കാരമാണ്, ഒന്നവിടെ സ്വലാത്താണ് എന്ന് നമ്മെ പഠിപ്പിച്ചത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, വ്യാഖ്യാനമാണ്. അതുകൊണ്ട് ഖുർആൻ മാത്രം പറ്റില്ല എന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഹറാം എന്ന പ്രയോഗം. ഖുർആൻ പറയാ ഹുർരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹമുൽ ഖിൻസീർ. മൈത്തത്ത് നിങ്ങൾക്ക് ഹറാമാണ്,
എന്ന് പറഞ്ഞാൽ ശവം തിന്നാൻ പാടില്ല, ശവം തിന്നാൻ പാടില്ല. അപ്പുറത്ത് പറഞ്ഞു ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാര് നിങ്ങൾക്ക് ഹറാമാണ്, ഉമ്മാനെ തിന്നാൻ പാടില്ല എന്നാ. ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, അവിടെ നിക്കാഹ് ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മമാരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ്. ആര് പഠിപ്പിച്ചു? പ്രവാചകൻ പഠിപ്പിച്ചു. യുഅല്ലിമുഹും അൽ കിതാബ വൽ ഹിക്മ. അതുകൊണ്ട് സലഫികളുടെ മാനദണ്ഡം അതാണ്. പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് എങ്ങനെ വിവരിച്ചു കൊടുത്തോ, അത് സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ സ്വീകരിക്കുക എന്നതാണ് സലഫികളുടെ പരിശുദ്ധ ഖുർആനിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തോടുള്ള മാനദണ്ഡം. അത് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, അത് നമുക്ക് പലതും വ്യാഖ്യാനിക്കാം, പലതും ഓതി പലതും. അങ്ങനെയാണ് ഷിയാക്കൾക്ക് സംഭവിച്ചത്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, ഖുർആനിലുണ്ട്. ബഖറയെ, ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി അള്ളാഹ് നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. ഷിയാക്കൾ എന്താ പറഞ്ഞത്? അവിടെ ബക്കറ എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി എന്നാ പറഞ്ഞത്, ആയിഷാനെ അറക്കാനാ പറയണത് എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് നമ്മൾ അല്ല എന്ന് പറയും? അതല്ല എന്ന് പറയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് വിശദീകരിച്ച് തന്നേ പറ്റൂ. ചത്തത് തിന്നാൻ പാടില്ല എന്നാ ഖുർആൻ പറയണത്. മീൻ തിന്നാൻ പറ്റുന്ന ആരാ പറഞ്ഞത്? മീൻ ചത്തതല്ലേ, മീനിനെ കൊടുന്ന ആരും അറക്കാറുണ്ടോ? മത്സ്യം ചത്തതല്ലേ. അപ്പൊ അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു മത്സ്യം അത് ചത്താലും നമുക്ക് എന്ത് ചെയ്യാം? ഭക്ഷിക്കാം. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധ ഖുർആൻ അല്ലാത്ത വഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട് എന്നാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാത്ത വഹയ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയിട്ടുണ്ട്. അത് അംഗീകരിച്ചവരായിരുന്നു സഹാബികളൊക്കെ. എല്ലാ സഹാബത്തും അത് അംഗീകരിച്ചിട്ടുണ്ട്. നിസ്കരിക്കുമ്പോ സഹാബത്ത് ചെരിപ്പഴിച്ചു വെച്ചു. പ്രവാചകന്റെ കാര്യം മനസ്സിലായ അത് അങ്ങനെ തന്നെ സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നബി തങ്ങൾ ചെരിപ്പഴിച്ചു വെച്ചു, സഹാബികളൊക്കെ ചെരിപ്പഴിച്ചു വെച്ചു. കാരണം റസൂലിനെ പിൻപറ്റാനുള്ള ബോധം അത്ര അധികം അവർക്കുണ്ട്. അപ്പൊ റസൂല് പറഞ്ഞു, ഞാൻ ജിബ്രീൽ വന്ന് എൻ്റെ ചെരുപ്പിൻ്റെ അടിയിൽ നജസ് ഉണ്ട് എന്ന് എനിക്ക് വഹയി തന്നത് കൊണ്ടാണ് ഞാൻ ചെരുപ്പഴിച്ചു വെച്ചത്, നിങ്ങളതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, വിശദീകരിക്കുന്ന, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയവരായിരുന്നു സഹാബികള്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 4 ഖലീഫമാര്. അതിന്റെ പുറമെ ഇമ്രാൻ ബിൻ ഹുസൈൻ, അതുപോലെ തന്നെ ഇമാമുകൾക്ക് വന്ന സജസ്താനി, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇമാമുകൾ, പേരൊന്നും എണ്ണാൻ സമയമല്ല. മദ്ഹബിന്റെ ഇമാമുകളിലേക്ക് വരൂ. മദ്ഹബിന്റെ 4 ഇമാമുകളും പറഞ്ഞത് ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് പിൻപറ്റേണ്ടത് എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെ നിങ്ങൾ അന്ധമായി അനുകരിക്കണം, നിങ്ങൾ ഹദീസ് കണ്ടാൽ അത് സ്വീകരിക്കണമെന്നാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ അങ്ങനെ തന്നെ. ഒരു മദ്ഹബും ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടി വന്ന ഒരു ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹം പറഞ്ഞു, ലാ തുഖല്ലിദൂനി വലാ തുഖല്ലിദൂ മാലികൻ വലാ ശാഫിഈ വലാ ലൗസാഇ ഫഖുദൂ മിൻ ഹൈസു അഖദൂ. നിങ്ങൾ എന്നെ പിൻപറ്റേണ്ടതില്ല, നിങ്ങൾ മാലിക്കിനെയോ ഔസായിയെയോ ഒന്നും നിങ്ങൾ പിൻപറ്റണ്ട, അവരെന്തിൽ നിന്ന് സ്വീകരിച്ചോ എന്ന് പറഞ്ഞ ഖുർആനും ഹദീസും അതിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് മതവിധി എന്ന് പറയാൻ വന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ 4ാമത്തെ മദ്ഹബിന്റെ ഇമാമായി മാറിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സലഫികൾ പറയുന്നു 4 മദ്ഹബല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ്. അതൊരു പക്ഷേ നിങ്ങൾ ഹദീസിന്റെ ക്രോഡീകരണത്തിൽ കേട്ട് കാണും, അതൊരു പക്ഷേ 4ൽ ഒരു മദ്ഹബിൽ ഉണ്ടാകും. ഇപ്പൊ ഖുനൂത്ത് ഷാഫിഈ മദ്ഹബിൽ ഉണ്ടെങ്കിൽ ഹനഫി മദ്ഹബിൽ അതില്ല. നമ്മൾ ഖുനൂത്ത്, സലഫികൾ ഖുനൂത്ത് ഓതാറില്ല. എന്താ കാരണം? അത് ഹനഫി മദ്ഹബിലുണ്ട്. ഹനഫി മദ്ഹബിൽ അതില്ല, ഷാഫി മദ്ഹബിലേ ഉള്ളൂ. പക്ഷെ ഹദീസിൽ അതില്ല. അതുകൊണ്ട് സലഫിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ മാർഗമാണ്. അത് തന്നെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മാർഗം. അതുകൊണ്ട് നമ്മൾ ഖുനൂത്ത്, സുബഹിയിൽ ഖുനൂത്ത് ഓതുന്നില്ല എങ്കിൽ ഷാഫി ഇമാമിന് അത് ഇഷ്ടമാണ്. കാരണം ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ വാക്കിനെതിരായി നിങ്ങൾ കണ്ടാൽ അത് സ്വീകരിക്കണം, എൻ്റെ വാക്ക് നിങ്ങൾ വലിച്ചെറിയണം. എല്ലാ ഇമാമുകളും പറഞ്ഞതാണ്. അതുകൊണ്ട് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുൻകാല ഇമാമുകളുടെ മുഴുവൻ ചരിത്രവും വാക്കുകളും
എടുത്തു പരിശോധിച്ചാൽ അവിടെ നമ്മൾ മനസ്സിലാകുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് നമ്മൾ മടങ്ങണമെന്നാണ്. ചില ആളുകളൊക്കെ പ്രത്യേക മതവിധികൾ പ്രവാചകന്റെ സുന്നത്തിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹിബിൻ ഉമർ, ഇമ്രാൻ ഹുസൈൻ സജസ്താനി, ഔസായി, സുഫിയാൻ സൗരി, അതുപോലെ തന്നെ അയിമ്മത്തുൽ മദാഹിബിൽ അർബഅ, അതിനുശേഷം വന്നിട്ടുള്ള അവരെല്ലാവരും കൃത്യമായിട്ട് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞവരാണ്. അതുപോലെ നമുക്കറിയാം ഖുർആനിൽ വഹയല്ലാത്ത ഒരുപാട് കാര്യങ്ങളേക്കുള്ള സൂചന പരിശുദ്ധ ഖുർആനിലുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞത് എനിക്ക് ഖുർആൻ ലഭിച്ചു എന്നല്ല, അലാ വ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു, ഖുർആനിനെ പോലെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വന്തം നിലക്ക് പറഞ്ഞതുണ്ടാകും, ദീനിയായ നിലക്ക് പറഞ്ഞതുണ്ടാവും. പരിശുദ്ധ ഖുർആൻ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധ ഖുർആൻ തിരുത്തിയിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ താക്കീത് നൽകിയിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ ഒരുപാട് ആളുകളെ പിടിച്ചു വെച്ചു, എന്ത് വേണമെന്ന് ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടി ആലോചിച്ചു. ചരിത്രത്തിൽ രണ്ട് മഹാന്മാരെ കാണും, ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ സോഫ്റ്റാണ്, എല്ലാ വിഷയത്തിലും സോഫ്റ്റാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര സ്ട്രോങ് ആണ്, വെട്ടൊന്ന് മുറി രണ്ട്. രണ്ടാമത്തെ കൊല്ലണം എന്ന് പറയും, എന്ത് പറ കൊല്ലണം, ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ. അത്ര ധൈര്യശാലി, അത്ര വീറോടെ വാശിയോടെ ബദറിൽ പിടിക്കപ്പെട്ട ബന്ദികൾ എന്ത് ചെയ്യണം? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തേലും വാങ്ങി വിട്ടയച്ചാൽ മതി നബി, അത് നല്ലത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊല്ലണം. നബി ഉമർ റളിയല്ലാഹു അൻഹു വാക്ക് സ്വീകരിച്ചു. ബദറിൽ ബന്ദികളാക്കിയവരെ മോചനദ്രവ്യം നൽകി അവർ വിട്ടയച്ചു. അപ്പോ ഖുർആനിൽ ആയത്തിറങ്ങി, മാ കാന നബിയ്യിൻ യകൂന ലഹു അസ്റാ ഹത്താ യുസ്ഖിന ഫിൽ അർദ്. ഒരു സ്ഥിരത ഉണ്ടാകുന്നത് വരെ മുഹമ്മദ് നബിയെ, ഒരു നബിക്ക് ഇങ്ങനെ ബന്ധികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ആയത്തിറങ്ങിയതാണ്. ആ സംഭവം ഇത്ര മാത്രമേ ഖുർആനിലുള്ളൂ. അതിന്റെ സംഭവത്തിന്റെ വഹയികളും കാര്യങ്ങളും ധാരാളക്കണക്കിന് നടക്കേണ്ടതുണ്ട്. അത് ലഭിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുണ്ട്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ, ആര് വന്നപ്പോഴാണ്? അതൊരു സംഭവമാണ്. അള്ളാഹിന്റെ റസൂലിനെ ആക്ഷേപിച്ചിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞതാണ്. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം കുരുടനാണ്, അന്ധനാണ്. കാണാൻ വന്നപ്പോ സ്വാഭാവികമായി, ഇതൊക്കെ നമുക്കിടയിലുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ്. ചിലരൊക്കെ നമ്മളെ കാണാൻ, ചില പാവങ്ങൾ സാധുക്കളൊക്കെ കയറി വരുമ്പോൾ നേതൃത്വത്തിൻ്റെയും നേതാവിൻ്റെയും ഒക്കെ പേര് അവരുമായി ചർച്ച ചെയ്യുമ്പോൾ അതിലൊക്കെ അകപ്പെട്ട് ചില പാവങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്ന അവസ്ഥ നമ്മൾ ഓതുന്ന ഖുർആനിലുണ്ട്. നമ്മിൽ സംഭവിക്കാൻ പാടില്ല. അള്ളാഹു റസൂലിനെ സംഭവിച്ചു. ഉടനെ തന്നെ അള്ളാഹു തആല റസൂലിനെ തിരുത്തി, വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, അദ്ദേഹം നന്നാകൂലാന്ന് താങ്കൾ അറിയിച്ച കാര്യം എന്താണ്? അതുകൊണ്ട് അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ. അത് വഹയിന്റെ അടിസ്ഥാനത്തിലല്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. പരിശുദ്ധ ഖുർആനിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ, സൂചന മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇനി നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ തഹ്രീമിന്റെ തുടക്കം അങ്ങനെ, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ ഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭാര്യമാരുടെ തൃപ്തി തേടിയിട്ട് തേൻ കുടിക്കില്ല എന്ന് ശപഥം ചെയ്യുന്നത്? ഒരു ചെറിയ കുതന്ത്രമായിരുന്നു ഭാര്യമാർക്കിടയിൽ. മഗാഫീർ എന്ന് പറയുന്ന ദുർഗന്ധമുള്ള മധുരമുള്ള ഒരു വസ്തു റസൂലുള്ളാഹി കഴിച്ചു എന്ന് എല്ലാവരും കൂടി ഒത്തുപറഞ്ഞ് റസൂലുള്ളാഹിയെ ഒന്ന് പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഇനി ഞാൻ തേൻ കഴിക്കൂല. ഉടനെ തന്നെ റസൂലിനെ തിരുത്താൻ, എന്തിനാണ് ഹലാലായ ഒരു കാര്യം നിങ്ങളുടെ ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹലാലായ ഒരു കാര്യം നിങ്ങൾ എന്തിന് ഹറാമാക്കുന്നു? നബിയെ അവിടെ താക്കീത് നൽകുകയാണ്. ഇതൊക്കെ വിശദമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഹദീസ് കൊണ്ടും ഹദീസിനോടനുബന്ധിച്ച വഹയി കൊണ്ടുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഫലമ്മാ ഖലാ സെയ്ദും മിൻഹാ വത്ര, സൈനബ് റളിയല്ലാഹു അൻഹു വിവാഹത്തെ സംബന്ധിച്ചും പറഞ്ഞത് ഒക്കെ വളരെ ചുരുക്കി ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം. ബാക്കിയൊക്കെ പ്രവാചകന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. ഹമാലത്തുൽ ഹതബ് അതാരായിരുന്നു? അത് അബൂലഹബിന്റെ ഭാര്യയായിരുന്നു എന്ന് നമുക്ക് കിട്ടിയത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യാഖ്യാനത്തിലൂടെയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഏതാനും ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ, വഹയിലൂടെ മാത്രം, ഖുർആൻ അല്ലാത്ത വഹയിലൂടെ മാത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യുഹാ, അത് പറഞ്ഞാലൊക്കെ വഹയായിരിക്കും. എന്നാൽ സ്വന്തം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അതിൽ നമുക്ക് മാതൃകയില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു ഭാഗത്ത് ഇറങ്ങി ടെന്റ് അടിക്കാൻ. ആ സമയത്താണ് ഹുബാബ് റളിയല്ലാഹു അൻഹു, ഹുബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നത്, അല്ല റസൂലേ, ഇത് ഖുദ്അത്തു ഹർബാണോ, യുദ്ധതന്ത്രമാണോ, അതല്ല വഹയാണോ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവർക്ക് ആ കഴിവുണ്ടായിരുന്നു. ഇത് അള്ളാന്റെ വഹി അനുസരിച്ച് നിങ്ങൾ ഇവിടെ ടെന്റ് അടിച്ചതാണോ, അതല്ല ഖുദ്അത്താണോ, യുദ്ധതന്ത്രമാണോ? റസൂലുള്ള പറഞ്ഞു, ഇല്ല, ഇതൊരു എൻ്റെ ഒരു അഭിപ്രായത്തിന് ഞാനിവിടെ. അപ്പോൾ ഹുബാബ് റളിയല്ലാഹു അൻഹു പറയാ, അങ്ങനെയല്ല റസൂലേ, ഇവിടെ വേണ്ട, നമുക്കൊന്നുകൂടെ യുദ്ധത്തിന് നല്ലത് ഇന്ന സ്ഥലത്തേക്ക് ടെന്റ് മാറ്റി സ്ഥാപിക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള അത് അംഗീകരിച്ചു. വഹയ്യാൻ. എന്നാൽ ഒരിക്കൽ ഈത്തപ്പന, നമുക്കറിയാലോ, ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം, ഈത്തപ്പനക്ക് തഅ്ബീർ എന്നതിന് പറയാം. പരപരാഗണം നടത്തുന്ന സസ്യമാണ് ഈത്തപ്പന. പൂമ്പടികൾ കൊണ്ടുപോയി ഇട്ട് കൊടുക്കണം. ഇന്നും ചില ഈത്തപ്പന കൃഷിക്കാർക്കൊക്കെ അതറിയാം. ഗൾഫിൽ പോയി പലരും ജോലി ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരാളിങ്ങനെ ഇടങ്ങറായി ഈത്തപ്പനൻ്റെ മുകളിൽ കയറി അതിന് പൂമ്പൊടി ശേഖരിച്ച് അത് ഇവിടെ കൊണ്ടുപോയി കിടപ്പോൾ റസൂലുള്ള അങ്ങനെ സ്വാഭാവികമായിട്ട് പറഞ്ഞു, എന്തിനാ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യണത്? ആ സഹാബത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് കേട്ടപാട് അവർ നിർത്തി. റസൂല് പറഞ്ഞതാ നിർത്താൻ. കാഴ്ചില്ല, ഈത്തപ്പഴം ഉണ്ടായില്ല. അപ്പോൾ എന്തേ ഈത്തപ്പഴമൊന്നും ഇല്ലാഞ്ഞ അടുത്ത കൊല്ലം, എന്തേ ഈത്തപ്പഴമൊന്നും ഇല്ലാഞ്ഞത്? നബി നിങ്ങളല്ലേ പറഞ്ഞ് ഇത് ചെയ്യണ്ട, അതുകൊണ്ട് ഞങ്ങൾ തഅ്ബീർ നടത്തിയില്ല, പരാഗണം നടത്തിയില്ല. അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യം നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അത് വഹയല്ല, പ്രവാചകന്റെ സ്വന്തമായ ചില കാര്യത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ പലപ്പോഴും പ്രവാചകൻ നമുക്കൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് വഹയായിട്ട് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരിക, ദുനിയാവിൻ്റെ കാര്യങ്ങൾ ഒഴികെ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പ്രവാചകന്റെ വഹിയിൽ സ്ഥിരപ്പെട്ടത് സഹീഹാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കൽ നമുക്ക് ബാധ്യതയാണ്. കള്ള ഹദീസുകൾ എന്തുകൊണ്ടുണ്ടായി? ഇപ്പം നമുക്കൊരു ഹദീസിൻ്റെ സെമിനാറാണ്, ഹദീസിൻ്റെ ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ? ഇതിൻ്റെ 2 ദിവസം മുമ്പ് നമുക്ക് പുളിക്കൽ ഒരു സമ്മേളനം നടന്നു, KJUവിൻ്റെ വക. എന്തുകൊണ്ടാണ് ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സമ്മേളനങ്ങളൊക്കെ നടത്തേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് തർക്കമുണ്ടായത്? ഹദീസിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ബിദ്അത്തിന്റെ ആളുകളൊക്കെ ചില മൗദൂ ആയ അല്ലെങ്കിൽ ലഈഫായ ഹദീസുകൾ കൊണ്ടാണ് പല ഇബാദത്തുകളും അവർ ചെയ്യുന്നത്. അത് ശരിയല്ല എന്ന് നമ്മളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കള്ള ഹദീസുകൾ ഇത്രത്തോളം ഉണ്ടാവണമെങ്കിൽ നല്ല ഹദീസുകൾക്ക് സ്ഥാനമുണ്ടാകുന്നത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നല്ലതിന് ക്വാളിറ്റി ഉണ്ടാവുമ്പോഴേ കള്ളത്തരത്തിന് എന്തുണ്ടാവുള്ളൂ. കണ്ടില്ലേ, ഗോദ്രേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങിയ അപ്പുറത്ത് കാണാൻ ഗോറേജ്, ഒരു ഡി പതുക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ കമ്പനി നല്ലതാണ് എന്ന് ബോധ്യമാകുമ്പോഴാണ് ആ കമ്പനിക്കനുസരിച്ച് മറ്റതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പലരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് കള്ള ഹദീസുകൾ ഉണ്ടായി. ചിലപ്പോൾ നല്ല ഉദ്ദേശത്തിലായിരിക്കും. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പറയാറുണ്ട്, കിതാബൊക്കെ ഓതുമ്പോൾ, മൻ അക്കലൽ ബിത്തീഖ ദഖലൽ ജന്ന ഖാല റസൂലുള്ളാഹി. ആരെങ്കിലും ബത്തക്ക തിന്നിട്ടുണ്ടെങ്കിൽ സ്വർഗത്ത് പോയിട്ടുണ്ടാവും, റസൂല് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അവനെ വിളിച്ചു ചോദിച്ചപ്പോൾ ശരിയാണ്, കാരണം അന്ന് അങ്ങാടിയിൽ വിക്കൽ തുടങ്ങിയിട്ടില്ല, തോട്ടത്ത് പോകാതെ ബത്തക്ക തിന്നില്ലല്ലോ. അത് റസൂലും പറയാം, അങ്ങനെ തന്നെ മൂപ്പര് പറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാ. അങ്ങനെയാണ് ഹദീസുകളുടെ ഉത്ഭവങ്ങൾ, കള്ള ഹദീസുകളുടെ ഉത്ഭവങ്ങളാണ്. അങ്ങനെ പറഞ്ഞാൽ, അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ ബിസിനസ് ആവശ്യാർത്ഥം, ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ തന്ത്രത്തിന്റെ പേരിൽ ഹദീസുകളെ മെനഞ്ഞുണ്ടാക്കും. അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് സഹീഹായ ഹദീസുകളെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ നിങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി, ഇനി അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നൗഷാദ് ബാഖവി സംസാരിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതറിയോ, ഒരു ഹദീസ് നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇത് എനിക്ക് പറ്റൂല എന്ന് പറയാൻ പാടില്ല. നിങ്ങൾക്കറിയോ, മുഅ്തസിലിയായിട്ടുള്ള വാസിൽ ഇബ്നു അത്താ എന്ന് പറയുന്ന ആളാണ് ഈ യുക്തിവാദം നമുക്കിടയിൽ കൊണ്ടുവന്നത്. ചേകനൂരൊന്നല്ല, ചേകനൂർ മൗലവിയൊന്നുമല്ല. അവർ പറയല്ലേ, ഈ ചന്തി മേപ്പെട്ടാക്കിയിട്ടൊന്നും എനിക്ക് സുജൂദ് കിടക്കാൻ പറ്റില്ല, അതുകൊണ്ട് സുജൂദൊന്നുമില്ല. ആദ്യം ആ ചിന്താഗതി കൊണ്ടെന്നറിയോ, വാസിൽ ഇബ്നു അത്താണ്, മുഅ്തസിലി നേതാവാണ് ഇങ്ങനത്തെ യുക്തിവാദം കൊണ്ടുവന്നത്. അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞു, മുതവാത്തിറെ സ്വീകരിക്കാൻ പാടുള്ളൂ, ഖബർഹാദ് സ്വീകരിക്കാൻ പാടില്ല. വിശ്വാസപരമായ ഒരു വിധളവൊക്കെ തകരും. ഹദീസിനെ നിഷേധിക്കുക, ഹദീസിനെ തള്ളിക്കളയുക എന്നത് ഇസ്ലാമിനെ തള്ളിക്കളയാനുള്ള മറ്റൊരു ശ്രമമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയോ, ഒരു ഹദീസ് സഹിയാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒന്ന് ഇത്തിസാലു സനദ്, അവർ സനദ് കണ്ടെത്തണം, പരിശോധിക്കണം.
എത്ര ത്യാഗം, നേരത്തെ നിങ്ങൾ കേട്ടു, എത്ര ത്യാഗം സഹിച്ചിട്ടാ ഒരു ഹദീസിന്റെ സനത് കണ്ടെത്തുന്നത്. അതുപോലെ ലബത്ത്, ഈ മനുഷ്യന് ഓർമ്മ ഉണ്ടാവണം. ഓർമ്മശക്തി ഒരിക്കലെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ആളെ സ്വീകരിക്കാൻ പാടില്ല. അദാലത്തായിരിക്കണം, നീതിപൂർവമായിരിക്കണം. അതുപോലെ തന്നെ മുമാനഅത്തുമിനൽ ഇല്ല, ഒരു തരത്തിലുള്ള കേടും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ സനദുകളിലൊക്കെ പരിശോധിച്ച് കണ്ടുപിടിച്ചൊരു ഹദീസ് അതെന്റെ യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളാൻ അത്ര എളുപ്പമാണ് നിങ്ങൾ വിചാരിക്കണ്ട. ആരാ കൊണ്ടുവന്നത്? തഖ്ദീമുൽ അഖ്ൽ അലൻ നഖ്ൽ. നഖ്ലിനേക്കാളും അഖ്ലിനെ ബുദ്ധി നഖ്ലിനേക്കാളും അഖ്ലിനെ, നഖ്ല് പറഞ്ഞ ഉദ്ധരണി, പ്രവാചകന്റെ ഹദീസ്, അതിനേക്കാളും അഖ്ല് അവന്റെ ബുദ്ധിക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന സിദ്ധാന്തം ഹദീസ് ചരിത്രത്തിൽ കൊണ്ടുവന്നത് വാസിൽ ഇബ്നു അത്താൻ അവിടെ മുതലാണ്. എന്നാൽ സലഫുകളുടെ നിലപാട്, എന്റെ വിഷയം അതാണ്, സലഫുകളുടെ നിലപാട് തഖ്ദീമുൻ നഖ്ൽ അലൽ അഖ്ൽ എന്നാണ്. നഖ്ലിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, അഖ്ലിനല്ല. ചിലപ്പോൾ നമ്മുടെ അഖ്ല് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. നോക്കൂ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അദ്ദേഹത്തിന്റെ ഭർത്താവ് അബൂ സലമ മരണപ്പെട്ടു. നബിയോട് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജുർനി ഫി മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. നീ അങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ഈ മുസീബത്തിൽ എനിക്ക് പ്രതിഫലം തരണം, ഇതിനേക്കാൾ നല്ലത് എനിക്ക് തരണം എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെടാൻ. അപ്പൊ ഉമ്മു സലമ അന്തം വിട്ടുപോയി. ഈ സ്വന്തം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അതിൽക്കും നല്ലത്, ഇത്ര നല്ല സ്നേഹനിധിയായ ഒരു ഭർത്താവ് മരിച്ചു പോയിട്ട് ഇനി അതിലും നല്ലത് കിട്ടാൻ പ്രാർത്ഥിക്കാനാ നബി പറയണേ. എന്തുണ്ടായതെന്നറിയോ? അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയെ വിവാഹം കഴിച്ചു. ഒരുപാട് അങ്ങനെയുണ്ട്. പണ്ടത്തെ യുക്തിവാദികളൊക്കെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുകളായിരുന്നു കള്ള ഹദീസ് എന്ന് പറഞ്ഞിരുന്നത്. മാഉർ റജുലി അബിയൽ വ മാഉൽ മർഅത്തി അസ്ഫർ. സ്ത്രീകളിൽ നിന്ന് വരുന്ന ഒരു വെള്ളം അത് മഞ്ഞ കളറാണ്, പുരുഷന്മാരിൽ നിന്ന് വരുന്ന വെള്ളം വെള്ള കളറാണ്. അതിനെ എത്ര ആക്ഷേപിച്ചത്. അവരൊക്കെ മരിച്ചുപോയി. പിൽക്കാലത്താണ് ശാസ്ത്രം കണ്ടെത്തിയത് അത് അണ്ഡാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള ദ്രാവകമാണ്. അതാണ് കുഞ്ഞിന്റെ ഭ്രൂണത്തിൽ കുഞ്ഞ് ജനിക്കാൻ, ആ ഗർഭാശയത്തിൽ കുഞ്ഞ് വളരാനൊക്കെ സഹായകമാകുന്നത് എന്ന് പിൽക്കാലത്ത് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹദീസിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിക്ക് നിരക്കാത്തത് തോന്നുന്നുവെങ്കിൽ ഹദീസിനല്ല തെറ്റ്, ഹദീസിനെ സഹീഹായ ഹദീസിനല്ല തെറ്റ്, മറിച്ച് നമ്മുടെ ബുദ്ധിക്കാണ്. നമ്മുടെ ബുദ്ധി നന്നാകാൻ വേണ്ടി കാത്തിരിക്കേ രക്ഷയുള്ളൂ എന്നാണ്. നിങ്ങൾക്കറിയോ, ഒരു ആളെ വിളിച്ച് നല്ലൊരു എഞ്ചിനീയർ, നല്ലൊരു ആർക്കിടെക്ട്, നല്ലൊരു ഇലക്ട്രീഷ്യൻ, നല്ലൊരു പ്ലംബർ, നല്ലൊരു ഫ്ലോറിംഗ് നടത്തുന്ന ആള്, ഇവരെല്ലാവരെയും കൂടി വിളിച്ചു കൊടുന്ന് പ്രയാസപ്പെട്ടിട്ട് ഒരു 2 നില കെട്ടിടം പടച്ചുണ്ടാക്കിയിട്ട് ഗൾഫിൽ നിന്ന് മകണ്ട് വരുമ്പോ പറയാ ഇതെനിക്ക് വേണ്ട. എന്താ സ്ഥിതി? ഏറ്റവും നല്ല എഞ്ചിനീയർ പടുത്തതാണ്, ഏറ്റവും നല്ല ആർക്കിടെക്ട് വരച്ചതാണ്, ഏറ്റവും നല്ല ഡിസൈനർ ഡിസൈൻ ചെയ്തതാണ്, ഏറ്റവും നല്ല ഫ്ലോറിംഗ് നടത്തിയതാണ്. മകൻ ഒറ്റയടിക്ക് കയറി വന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് അബുദാബിയിൽ നിന്ന് വന്ന് പറയാ ഇതെനിക്ക് വേണ്ട. ഈ രൂപത്തിലാണ് ഹദീസ് നിഷേധം. ഒരു ഹദീസ് ഇങ്ങോട്ട് ഓതിയിട്ട് ഈ മഹാന്മാരുടെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട്, അറിയോ, ഹദീസ് സ്വീകരിക്കാൻ ധാരാളക്കണക്കിന് പ്രയാസപ്പെട്ട ഇമാം ബുഖാരി എത്രയോ ഹദീസുകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുറഞ്ഞ ഹദീസുകളാ തന്റെ ഗ്രന്ഥത്തിലുള്ളത്. എന്നിട്ട് അത് എല്ലാം കുറ്റമറ്റത് എന്ന് ബോധ്യപ്പെട്ടിട്ട് ഒരിക്കൽ ഒരു ഹദീസ് വായിച്ച് ഇതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊരു ഒറ്റയടിക്ക് ഇങ്ങോട്ട് പറയാന്ന് പറഞ്ഞാല് അത് ആരാ പറയണമെന്നറിയോ? ഒരു അറബി ശരിക്ക് വായിക്കാൻ വയ്യാത്ത ആളാണ്, ഉസൂൽ ഫിഖ് എന്താണെന്ന് അറിയാത്ത ആളാണ്, മന്തിഖ് എന്താണ്, മആനി എന്താണെന്ന് അറിയാത്ത ആളാണ്, നഹവ് എന്താണ്, സർഫ് എന്താണെന്ന് അറിയാത്ത ആളാണ്, ഒരു ഇബാറത്ത് തെറ്റാതെ വായിക്കാൻ അറിയാത്ത ആളാണ്. അവനാണ് പറയുന്നത് മുൻകാല പണ്ഡിതന്മാരൊക്കെ ചെയ്തു വെച്ച ഇത്രയും വലിയ ത്യാഗം എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയാൻ ഇവൻ ആരാണ്? മനസ്സിലാക്കണം. അതുകൊണ്ട് സലഫികളുടെ നിലപാട് ഹദീസിൽ സ്ഥിരപ്പെട്ട സംഗതി അത് സ്വീകരിക്കാൻ തെളിവ് വേണം എന്നതുപോലെ തന്നെ തള്ളിക്കളയാനും തെളിവ് വേണം. അത് സിഹറിന്റെ ഹദീസാണെങ്കിലും അജ്വാകാരക്കന്റെ ഹദീസാണെങ്കിലും മന്ത്രത്തിന്റെ ഹദീസാണെങ്കിലും അതിലൊന്നും ബേജാറാകേണ്ടതില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിഭാഗം ഇതിൽ നിന്ന് പാടെ ഒഴിവാകുമ്പോൾ ഒരു വിഭാഗം അതെല്ലാം സ്വീകരിച്ചിട്ട് ഒരു പുതിയ രൂപത്തിലേക്കും ഭാവത്തിലേക്കും അതിനെ കൊണ്ടുവരികയാണ്. ഇത് രണ്ടും തെറ്റാണ്. മറിച്ച് അവിടെ നിൽക്കേണ്ടത് പണ്ഡിതന്മാർ പറഞ്ഞതാണ്, ആ ഹദീസിൽ പറഞ്ഞത് അതുപോലെ തന്നെ സ്വീകരിക്കുക. ഒരു ജിന്ന് ഒരാളുടെ ശരീരത്തിൽ കയറിയോ എന്നറിയണമെങ്കിൽ അത് വഹയ് കൊണ്ടേ സാധിക്കൂ എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കിങ്ങനെ തോന്നുമ്പോൾ അത് ജിന്നാണ്, നമുക്ക് തോന്നുമ്പോൾ അത് ജിന്നല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നതാണ്. എന്നാൽ ഹദീസുകൾ സ്ഥിരപ്പെട്ട സംഭവത്തെ അതുകൊണ്ട് ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല.
കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾക്കറിയോ, പുതിയ ചിന്താഗതികളൊക്കെ വന്നു തുടങ്ങിയത് പല രൂപത്തിലാണ്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന് പറഞ്ഞ പോലെ, ഒന്നുകിൽ നേരെ അപ്പുറം. അത് പിന്നെ പല രൂപത്തിലും അത് തന്നെ പലതും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഹദീസിൽ കരിഞ്ജീരകം പറഞ്ഞിട്ടുണ്ട്. കരിഞ്ജീരകം തിന്നാൻ പറഞ്ഞില്ല കേട്ടോ. കരിഞ്ജീരകത്തിൽ എല്ലാറ്റിനും മരുന്നുണ്ട് എന്ന് ഹദീസിൽ പറഞ്ഞ പിന്നെ കരിഞ്ജീരകം തിന്നാ, അപ്പോൾ ചിലപ്പോൾ കിഡ്നി പോയി കിട്ടും. കരിഞ്ജീരകം തിന്നാൻ പറഞ്ഞിട്ടില്ല. കരിഞ്ജീരകത്തിൽ ചിലപ്പോൾ പുരട്ടേണ്ടി വരും, ചിലപ്പോൾ അതിൻ്റെ എണ്ണക്കായിരിക്കും, പല രൂപത്തിലുണ്ടാവും. അതുപോലെ തേനിൽ ഷിഫുണ്ട് എന്നോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തേൻ കുടിക്കാന്ന് മാത്രമല്ല, തേൻ പുരട്ടേണ്ടി വരും, പല രൂപത്തിലുണ്ടാവും. മരുന്നിൽ കൂട്ടാം, ഇതൊക്കെ പറയാം. അല്ല, അത് അങ്ങനെ തന്നെ എടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഖുർആനിക ചികിത്സ, തേൻ ചികിത്സ, കരിഞ്ജീരക ചികിത്സ, അതിനെ അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഇതൊരു വരുമാനമാക്കി മാറ്റുക. ഖുർആനിൽ പറഞ്ഞ രൂപത്തിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ അതല്ല, അത് നിർത്തേണ്ടയിടത്ത് നിർത്തുക, അതിലപ്പുറം പോകാൻ പാടില്ല. ബിലാ ഇഫ്റാത്തിൻ വലാ തഫ്രീത്തിൻ ഇല്ല. അതുകൊണ്ട് ഞാനിതൊന്നും സ്വീകരിക്കൂല, ശരിയല്ല. അജ്വാ കാരക്ക് തിന്നാൽ വിഷം ഉണ്ടാവൂല, സിഹർ ഉണ്ടാവൂല. എന്താ ശരി, ഞാൻ അജ്വാ കാരക്ക് തിന്നാ, എന്നിട്ട് പാമ്പിനെ കൊണ്ട് ഞാൻ നിന്നെ കൊത്തിക്കാണ്, ഇജ്ജ് മരിക്കോ നമുക്ക് നോക്കാലോ, അങ്ങനെ ഹദീസ് കൊണ്ട് പറയാൻ പാടില്ല. കാരണം ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് പോലെയുള്ള ആളുകൾ അവർ പറഞ്ഞിട്ടുള്ളത് ആ വിഷം എത്രത്തോളം കഠിനമാണ്, എത്രത്തോളം കുറവാണ് എന്നൊക്കെ ചർച്ച ചെയ്യുക മാത്രമല്ല, സാദുൽ മആദിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് കിതാബിൽ. അതിൻ്റെ അപ്പുറം തന്നെ ഒരു അജ്വാ, ഈത്തപ്പഴം, അതിൽ ചില ഒരു അഭിപ്രായം കേട്ടോ, അജ്വാകാരൊക്കെ തന്നെ വേണമെന്നില്ല, അത് തഖ്സീസ് പറഞ്ഞു എന്നേ ഉള്ളൂ, അത് ബർക്കത്താണ്. പല ചർച്ചകളും ആ കാരക്കയുടെ വിഷയത്തിലുണ്ട്. ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പക്ഷേ കാരക്ക തിന്നുന്ന ഒരു മനുഷ്യന്റെ ഹീമോഗ്ലോബിനും അത് തിന്നാത്തൊരു മനുഷ്യന്റെ ഹീമോഗ്ലോബിനും പരിശോധിച്ചപ്പോൾ വിഷാംശങ്ങളിൽ ചില കുറവ് കണ്ടു എന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിച്ച് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിലത് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ച് ഡയറക്റ്റ് തന്നെ അതിൻ്റെ ഒരു ഫലം കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് ഹദീസ് തള്ളിക്കളയാൻ അത് തെളിവല്ല. എന്നും മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഹദീസിൽ പറഞ്ഞ കാര്യം അത് കൃത്യമായി നമ്മൾ അംഗീകരിക്കുക. അത് വഹയിലൂടെയാണ് പ്രവാചകന് സ്ഥിരപ്പെട്ടതെങ്കിൽ നമുക്ക് വഹയില്ല എങ്കിൽ ആ കാര്യം അംഗീകരിക്കുക, ഹദീസ് തള്ളിക്കളയാതിരിക്കുക. ഇതാണ് സലഫുകളുടെ നിലപാടുകൾ. ഒരു സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. സുന്നത്തല്ലേ, അങ്ങനെ കുറെ ആളുകളുണ്ട്, താടി വെക്കണം എന്ന് പറഞ്ഞാൽ അതൊരു സുന്നത്തല്ലേ, അത് നിസ്കരിക്കുക, അതൊരു സുന്ന. അങ്ങനെയല്ല. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം, ഒരുപാട് ഉദാഹരണ സമയമല്ല, ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. നിങ്ങൾക്കറിയോ, മൻസൊല്ല, ഒരു ഹദീസ, മൻസൊല്ല സിന്ദയശറക്ക ഫിയോമിൻ വലയില, രാവും പകലുമായി 12 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അള്ളാഹു അവനൊരു വീട് വെച്ച് കൊടുക്കും എന്നത് ഉമ്മു ഹബീബ് എന്ന് പറഞ്ഞ റവാത്തിബ് സുന്നത്താണ്. സുബഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 4, മഗ്രിബിന്റെ ശേഷം 2, ഇശാന്റെ ശേഷം 2 റക്അത്ത്. ഇത് നിസ്കരിച്ചാൽ സ്വർഗ്ഗത്തിൽ ഒരു വീട് വെച്ച് കൊടുക്കും എന്ന ഹദീസ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയാ, മാ തറക്തുഹാ മുൻദു അൻ സമീഅതുഹാ മിർ റസൂലില്ലാഹ്. അതാണ് സുന്നത്തിനോട് നിലപാട്. മറ്റത് കർമ്മശാസ്ത്ര നിലപാടാണ്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യം എന്നത് മദ്ഹബിന്റെ ഇമാമുകൾ അവരുടെ തിരിച്ചറിവിന് വേണ്ടി അവർ സ്വീകരിച്ച ചില മാനദണ്ഡങ്ങളാണ്. എന്നാൽ സലഫുകളുടെ മാനദണ്ഡം സുന്നത്ത് എന്ന് പറയുന്ന കാര്യം നിർബന്ധിച്ച് നബി ചെയ്യിപ്പിക്കാത്തൊരു കാര്യം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പോരിശയുണ്ട് എന്ന് പറഞ്ഞ, ഫളുണ്ട് എന്ന് പറഞ്ഞ, റസൂലുള്ള ചെയ്യാറുള്ള ആ കാര്യങ്ങളാണ് സുന്നത്ത്. അതുകൊണ്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയാൻ, റസൂലുള്ള ഇത് പറയുന്നത് കേട്ടതിന്റെ ശേഷം ഞാൻ ഒരിക്കലും അത് ഉപേക്ഷിച്ചിട്ടില്ല. ഉമ്മു ഹബീബയിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അംബസ റളിയല്ലാഹു അൻഹു ആണ്. അംബസ പറയാൻ, മാ തറക്തുഹാ മുൻദു അൻ സമീഅതുഹാ മിർ റസൂലില്ലാഹ്, റസൂലുള്ളാഹിൽ നിന്ന് കേട്ട ശേഷം ഒരിക്കലും ഞാനിത് ഉപേക്ഷിച്ചിട്ടില്ല. ഉമ്മു ഹബീബ ഹംബസയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അംറുബ്നു ഔഫാൻ. അംറുബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ തറക്തുഹാ മുൻദു അൻ സമീഅതുഹാ മിൻ അംബസ, ഞാനത് അംബസയിൽ നിന്ന് കേട്ട ശേഷം ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ഇങ്ങനെയാണ് അവരൊക്കെ ഒരു കാര്യം. അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി ചെറിയൊരു തർക്കമുണ്ടായി, അവിടെ റസൂലുള്ള ഇടപെടാൻ. എന്നിട്ട് പറഞ്ഞു, ഉറങ്ങാൻ നേരത്ത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹു ഹംദു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ അതാണ് ഖൈർ എന്ന് അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച് പ്രശ്നം പരിഹരിച്ച് പോന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു പറയാ, മാ തറക്തുഹാ മുൻദു അൻ സമീഅതുഹാ മിർ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ അടുത്ത് ഈ ഒരു ഹദീസ് അല്ലെങ്കിൽ ഈ വാക്ക് കേട്ടതിന്റെ ശേഷം ഞാൻ ഒരിക്കലും അത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന. ഇതാണ് സലഫുകളുടെ നിലപാട്. ഒരു കാര്യം സുന്നത്താണെന്ന് ബോധ്യമായാൽ
എന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതല്ല. അതാണ് തഖ്ദീമുൻ നഖൽ അലൽ അഖൽ. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടുകൾ. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ള ചെയ്ത കാര്യങ്ങൾ, ഈത്തപ്പഴം റസൂലുള്ള തിന്നിരുന്നു, പക്ഷെ ഈത്തപ്പഴം തിന്നൽ സുന്നത്തല്ല. എന്നാൽ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കൽ സുന്നത്താണ്. അത് റസൂലുള്ളാന്റെ ആ കാലഘട്ടത്തിലെ ഭക്ഷണ രീതി അതാണ്. ഈത്തപ്പഴം റസൂലുള്ള ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. ആ രീതി റസൂലുള്ള നമ്മോട് കൽപ്പിച്ചാൽ നമുക്കും അത് സുന്നത്താവും. ഈത്തപ്പഴം കൊണ്ട് റസൂലുള്ള നോമ്പ് തുറന്നിട്ടുണ്ട്, നോമ്പ് തുറക്കാൻ കൽപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈത്തപ്പഴം നബി തിന്നിട്ടുണ്ട്. അപ്പൊ ഈത്തപ്പഴം നബി തിന്നു എന്നതുകൊണ്ട് നമുക്കത് സുന്നത്താകുന്നില്ല, അതാ നാട്ടിൽ ആചാരമാണ്. എന്നാൽ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കണം എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ അത് സുന്നത്തായി മാറും. അതിനാണ് സുന്നത്തുൽ ജിബില്ലിയ അസുന്നത്തുൽ ആദിയ എന്ന് പറയുന്നത്. അതിനോടും അങ്ങനെയാണ് സമീപനം. റസൂലുള്ളാന്റെ കാലത്ത് റസൂലുള്ള ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നു, അപ്പൊ ഒരാൾ പറയാം ഒട്ടകപ്പുറത്ത് യാത്രയിൽ സുന്നത്താണ്. റസൂലുള്ള ആടിനെ നോക്കിയിരുന്നു, അപ്പൊ ഒരാൾ പറയാം ആട് നോക്കി. അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിൽ പലതും വന്നത്. ആടിനെ നോക്കൽ സുന്നത്താണ് പലതും. ബാർബർ ഷാപ്പിൽ പോയിട്ട് റസൂലുള്ളാക്ക് ബാർബറെ കിട്ടാത്തപ്പോ കുറച്ചു കാലം മുടി നീട്ടി ഇതുവരെ വളർത്തിയിരുന്നു. അപ്പൊ ചില ആളുകൾ, ചില കുട്ടികളൊക്കെ ഫാഷനുമായി എന്നാ സുന്നത്തുമായി എന്നുള്ള രൂപത്തിൽ ഇതുവരെ മുടി വളർത്തും. റസൂലുള്ള വളർത്തിയിട്ടുണ്ട്, പക്ഷേ അത് സൗകര്യം കിട്ടിയപ്പോ റസൂലുള്ള അത് വെട്ടി. അതിനെയൊക്കെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ബിലാ ഇഫ്രാത്തിൻ വലാ തഫ്രീത്തിൻ, തള്ളിക്കളയൂല്ല എന്നാൽ അമിതമായി ആവുകയില്ല. ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്കറിയോ, പിന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്. ഇമാം ബുഖാരി, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ഇത് പറഞ്ഞ അവസാനിപ്പിക്കാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്. തുപ്പല് മണ്ണിൽ ചേർത്തിട്ട് ഒരാൾക്ക് മുറിവായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് വിരല് നാവിൽ വെച്ചു. ആ നനവോടുകൂടി ആ വിരല് മണ്ണിൽ വെച്ചു. എന്നിട്ട് ആ മണ്ണ് നനച്ചിട്ട് ആ മുറിയുമ്പോൾ തേച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തുർബത്തു അർലിന ബിരീഖി ബഅലിന യുഷ്ഫാ സഖീമുന. ഇതാണ് ഹദീസ്. ഞാൻ ഇന്ന് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 വീഡിയോ ക്ലിപ്പിൻ്റെ ശ്രദ്ധയപ്പെട്ടു. 2 വീഡിയോ ക്ലിപ്പ്, രണ്ടും എൻ്റെ കയ്യിൽ മൊബൈലിലുണ്ട്, പ്രദർശിപ്പിക്കാൻ സമയമില്ല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പണ്ഡിതൻ, സലഫി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, മലയാളിയായ ഒരു പണ്ഡിതൻ വിശദീകരിക്കുന്നത് ഖുർആൻ കൊണ്ട് എങ്ങനെ മന്ത്രിക്കാം. അതിലെ 4-5 രൂപത്തിലുള്ള മന്ത്രം പറയുന്നുണ്ട്. ഒരു മന്ത്രം ഇതാണ്: മന്ത്രിക്കുമ്പോൾ നമ്മുടെ തുപ്പല് കൈ നാവിൽ വെക്കണം, എന്നിട്ട് മണ്ണിൽ അത് ഒരതണം, എന്നിട്ട് ഈ മന്ത്രിക്കാൻ വന്ന ആളുടെ മുറിയോ മേലെ എവിടെ വെച്ചാൽ വെക്കണം, എന്നിട്ട് കുൽ ഹുവല്ലാഹു അഹദും ഖുൽ റബ്ബുൽ ഫലഖ് ഓതണം എന്ന് പറയുന്നുണ്ട്. പഠിപ്പിച്ചു കൊടുക്കാൻ. ആലോചിച്ച് നോക്കണം, എങ്ങനെ മന്ത്രിക്കണം ഒരാളെ എന്ന ആത്മീയമായ ചികിത്സ പഠിപ്പിച്ചു കൊടുക്കാൻ. ഇതേ ചോദ്യം എനിക്ക് തോന്നുന്നത് അദ്ദേഹം പിന്നെ ഒരു അറബിയാണ്, സൗദിയാണ്. അദ്ദേഹം ലജ്നത്തു ദായിമയുടെ പിന്നെ അതിലുള്ള ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വിശദമായിട്ട് നോക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ ഹദീസിനെ പറ്റി എന്താണ് ഹുക്കുമ്? അതുകൊണ്ട് ഒരാൾക്ക് രോഗം വരുമ്പോൾ ഇങ്ങനെ തുപ്പല് കയ്യിൽ തുപ്പൽ വെച്ചിട്ട് പിന്നെ മണ്ണിൽ വെച്ച് പുരട്ടി കൊടുത്താൽ പോരെ? അദ്ദേഹം പറയുന്നുണ്ട്, ഹദീസ് സഹീഹ്, അവിടെ നിൽക്കണം, സഹിയാണ്. എന്നാൽ അല്ലാഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയ നിയമം ആധുനിക ചികിത്സ ഉണ്ട് മുറിക്ക് എന്നുള്ളതാണ്. നോക്കി ആ പണ്ഡിതൻ പറയണത്. ഇവിടെ പറയണത് എങ്ങനെ മന്ത്രിക്കാന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. അവിടെ പറയണത് അല്ലാഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് ആധുനിക ചികിത്സാ രീതിയുണ്ട്. റസൂലുള്ളാന്റെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. അന്ന് റസൂലുള്ള ഒരു ചികിത്സ അതുകൊണ്ട് ചെയ്തു, അതിന്റെ പിന്നാലെ പോണ്ട. ഇതാണ് ഏറ്റവും നല്ല നിഅമും മിനല്ലാഹ്, അള്ളാന്റെ നിഅമത്താണ്. ഇപ്പോഴത്തെ ചികിത്സകൾ നോക്കിക്കോളീ എന്നാ പറയണത്. ആരെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഒരു കാലത്ത് മന്ത്രവും മാട്ടും മാരണവും ഒക്കെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ എന്നെ പോലത്തെ ആളുകളൊക്കെ അങ്ങനെയുള്ള ചികിത്സാ രീതികളൊക്കെ കണ്ട് മടുത്ത ആളുകളാണ്. അപ്പോ ഇങ്ങനത്തെ ഹദീസ് കൊണ്ട് അധികം പോയിട്ട് അധികം അതിന്മേ മെനഞ്ഞുണ്ടാക്കി ഓരോ കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കി അതൊരു വലിയ സംഭവമാക്കി മാറ്റുക. എന്നാൽ അങ്ങനെയൊന്നും പാടില്ല, തുപ്പലാക്കാനൊന്നും പറ്റൂല, ഹദീസ് തന്നെ തള്ളണം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം താഴെയും. ഇത് രണ്ടിന്റെയും ഇടയിലാണ് സലഫികളുടെ നിലപാട് എന്ന് ഉറപ്പിച്ച് പറയാൻ നമ്മൾ തയ്യാറാവണം.
അതിന് സാധിക്കണം. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഠനങ്ങൾ നടക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.